ടടാ. അപ്പോൾ ഇന്ന് വാട്ട ഏറ്റിൻ്റെ ചെയ്താലോ? കുറേ ദിവസമായില്ലേ നമ്മൾ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കുറേ നാളായി നമ്മൾ പുഴുങ്ങിയ എന്താ പറയണ്ട ചീനിയും ഇതുപോലെ കാച്ചിലല്ലല്ലോ ചേമ്പൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അപ്പം അച്ഛൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ട് വന്നപ്പം ഈ ചേമ്പും ചീനിയൊക്കെ വാങ്ങിയിട്ട് വന്നേ. എനിക്ക് കാച്ചിലെന്നാട്ടോ വായി വരുന്നത്, അതാ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നത്. എന്നിട്ട് അടിപൊളി മുളകും പുളിയും അമ്മ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പീസ് എടുത്ത് ആ മുളകും പുളിയിൽ ഇങ്ങനെ മുക്കി തിന്നപ്പോൾ ഉണ്ടല്ലോ, കൂട്ടത്തിൽ നല്ല ചൂട് കട്ടനും കുറച്ച് കഴിഞ്ഞ് ഞാനൊരു ഗ്ലാസ് പാലൂടെ കുടിച്ചു കേട്ടോ. അപ്പം നല്ല ഫില്ലിംഗ് ആയിരുന്നല്ലോ. പിന്നെ ഇടയ്ക്കൊന്നും കഴിച്ചില്ല കേട്ടോ. ഉച്ചയ്ക്ക് നേരെ ലഞ്ചിലേക്ക് കയറി. ലഞ്ചിന് കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, നല്ല കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചൂരക്കറിയുണ്ട്, പിന്നെ ദാലെടുത്ത് കേട്ടോ. ദാലെന്ന് പറയുമ്പം ഇന്ന് ചീരയും പരിപ്പൂടാട്ടോ വെച്ചേക്കുന്നത്. അത് നമ്മുടെ കണ്ണിന് നല്ലതാണ്, കാഴ്ച കൂടാൻ നല്ലതാണെന്ന് ഞാനൊരു അന്ധയാണ് ഗൈസ്, നിങ്ങൾക്കറിയില്ല, ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലായിട്ട് ചീരയൊക്കെ കഴിക്കും കേട്ടോ. അതിന് ശേഷം പ്രോട്ടീനും കൂടെ അല്ലേ, അപ്പോൾ അതാണ് കഴിച്ചത്. പിന്നെ ചൂരയെന്ന് വെച്ചാൽ ഞാനും എൻ്റെ കെട്ടിയവനും എൻ്റെ കൊച്ചും ഒരു ബിഗ് ചൂര ലവറാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചൂരക്കറിയുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ചൂരയുടെ ആ കറുത്ത പാകം അടിപൊളി. കൂടുതൽ പേരും അത് കഴിക്കത്തില്ല കേട്ടോ, പക്ഷേ ഞാൻ ഭയങ്കര ചീര ലവറാണ്. പിന്നെ കിഴങ്ങ് മെഴുക്കുവരട്ടി. പിന്നെ വൈകിട്ട് കാളയൊക്കെ ഒന്ന് കാണാൻ പോയേ. അപ്പോൾ അവിടുന്ന് ബജ്ജി ഐറ്റംസ് എല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മുളക് ബജിയും കഴിച്ച് വീട്ടിലേക്ക് പാഴ്സലും എടുത്തു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് ഞാനും അച്ഛനും അമ്മയും കണ്ണനും ഗോക്കപ്പനൂടെ വയറ് നിറയെ ബജ്ജി കഴിച്ചു കേട്ടോ. അങ്ങനെ വയറ് ഫുള്ള് പൊട്ടാറായി, സ്ഫോടന അവസ്ഥയിലായി. അതുകൊണ്ട് രാത്രി ഞാൻ ഒന്നും കഴിക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തു കേട്ടോ. കാരണം അത്രയ്ക്ക് ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.